ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ നാട്ടിലത്തെ ഒരു അവസ്ഥ പറയാനാണ്. നാട്ടിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ കുറേ ഹിന്ദുക്കളുണ്ട്, കുറേ മുസ്ലിങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ടും സഹകരിച്ചു പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. പലർക്കും പലരുടെ പേര് പോലും അറിയാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഹിന്ദുക്കളായിട്ടും മുസ്ലിങ്ങളായിട്ടും മിങ്കിളായിട്ട് ഉള്ളൊരു സംഭവം. അതിനെന്താ പ്രത്യേക കാരണം എന്താ വെച്ചാൽ ഈ നാട്ടിൽ എല്ലാവർക്കും പോയിരിക്കാൻ പറ്റിയൊരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും പ്രവർത്തനത്തിലില്ല. അങ്ങനത്തെ എല്ലാവർക്കും കൂടിയിട്ട് സംഗമിക്കാൻ പറ്റിയൊരു ഇടമില്ല. അപ്പൊ പലരും പല സ്ഥലത്തായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഇരിക്കണതും കമ്പനി അടിക്കണതൊക്കെ. അപ്പോ ഇനി വേൾഡ് കപ്പൊക്കെ വരികയാണ്. അപ്പൊ വേൾഡ് കപ്പിന്റെ ഒക്കെ മുന്നേ തന്നെ വേൾഡ് കപ്പൊക്കെ കാണാൻ പറ്റിയൊരു സാഹചര്യം ബന്ധപ്പെട്ട ക്ലബിന്റെ ആൾക്കാർ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണേണ്ടി വരും. ഞാനിപ്പോ നമ്മളവിടെ നാട്ടില് ചെക്കന്മാരെല്ലാരും കൂടിയിട്ട് ടീം NKD എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ബാവക്കാരുടെ കട അവിടെ. ഞാനിപ്പോ ഇന്ന് പോയിട്ട് അതിലൊരു മെമ്പർഷിപ്പ് എടുത്ത് വേൾഡ് കപ്പ് കാണണമല്ലോ, അപ്പൊ അവര് TV ഒക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഞാൻ അവിടെ പോയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുത്ത്. അപ്പൊ അതൊക്കെയാണ് നാട്ടിലത്തെ അവസ്ഥ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ താഴത്ത് ക്രിക്കറ്റ് കളിക്കാനായിട്ട് എല്ലാരും വന്നിരുന്നു. അതിൽ ഹിന്ദുക്കൾ എന്നാ മുസ്ലിങ്ങൾ എന്നാ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോ ആ ക്രിക്കറ്റ് കളിയില്ല, ഒന്നുമില്ല. എന്റെ പാടം തരിശായിട്ട് കിടക്കുന്നുണ്ട്. പണ്ട് എന്ന് പറയുമ്പോ ഒരു 2014 മുന്നേട്ടാ എല്ലാരും കൂടി ക്രിക്കറ്റ് കളിക്കാൻ വരിക. അപ്പൊ ഒരു സഹവർത്തിത്വവും ഒരു കോപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ഒരു സൈഡിൽ ഒരു കളിക്കണ്, ഒരു സൈഡിൽ നമ്മള് കളിക്കണ്, ഒരു സൈഡിൽ ആരും കളിക്കാതിരിക്കണ്. ഇപ്പൊ കളിയൊക്കെ വളരെ കുറഞ്ഞിരിക്കണ്. ഇപ്പൊ താഴത്ത് നമ്മളെ പാലത്തിന്റെ അവിടെ വോളിബോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ലീവ് ഉള്ള ദിവസം അവിടെ പോയിരിക്കും, കളി കാണും. പക്ഷെ എന്നാലും പഴയ ഒരു ഒത്തൊരുമ നാട്ടിൽ നഷ്ടമായിക്കണം. അത് ഏത് ജനറേഷന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി വളർന്നു വരുന്ന ജനറേഷനെങ്കിലും ആ ഒരു ഒത്തൊരുമ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ നിർത്തുന്നു.